യഹൂദി സാർ എഡിറ്റ് ചെയ്ത വളരെ പേരുടെ ലേഖനങ്ങളാണ്. ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് വിനോദ് കുമാർ പത്മനാഭരാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു. പ്രിയ ഗുരുജനങ്ങളെ, കാരണം ഗുരുജനങ്ങളെ എന്ന് ഞാൻ സംബോധന ചെയ്യുന്നത് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടിയല്ല. കാരണം ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും അവരുടേതായ എന്തെങ്കിലും ഇവിടെ പങ്കുവയ്ക്കാൻ, അങ്ങനെ അറിവ് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗുരുജനങ്ങളെ എന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം നമുക്ക് ഈ വേദപുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുതി വച്ച സമ്പത്ത് അത് ചരിത്രമാണ്. ഏകദേശം 5000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗംഗാനദി തീരത്ത് രൂപം കൊണ്ടവയാണ് വേദ ഉപനിഷത്തുകള്, ഇതിഹാസങ്ങള്, ഭഗവത്ഗീത തുടങ്ങിയവയൊക്കെ. അങ്ങനെ ഇവരുടെയൊക്കെ അന്തസ്സത്തെ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക സമസ്ത സുഖിനോ ഭവന്തു, അല്ലെങ്കിൽ വസുദൈവ കുടുംബകം. അതിങ്ങ് കേരളക്കരയിൽ എത്തുമ്പോൾ ലോകമേ തറവാട്, തമിഴ്നാട്ടില് യാതും ഊരെ യാവരും കേളിയർ. ഇങ്ങനെ ഈ ഒരു സംസ്കാരം ഇതൊരു ആധ്യാത്മിക മതവും ഭക്തിയും മാത്രമല്ല. ഇതൊരു ഹിന്ദുവിൻ്റെയോ ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു മുസൽമാന്റെയോ അല്ല. ഈ ഭാരതത്തിൽ ജനിച്ച നമ്മുടെയൊക്കെ പൂർവികരുടെ ചരിത്രം കൂടിയാണ്. ഇതാണ് നാം ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചിന്താധാരകൾ എപ്പോഴും ലോകം വിശാലമായ കാഴ്ചപ്പാടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എത്ര വിശ്വം ഏക നീടം എന്നുള്ളതാണ്. അതുപോലെ പരസ്പരാശ്രയ ജീവിതേ പരസ്പരം അന്യ ആശ്രയ ജീവിതം എന്നുള്ളത്. വൃക്ഷലതാദി പക്ഷി മൃഗാദിഞ്ച പ്രതി ഏക ബാലിക സ്നേഹ, ഒരു ബാലികയുടെ സ്നേഹം പോലെ ഏക നീടം, ഒരു കുടക്കീഴിൽ, അല്ലെങ്കിൽ വേൾഡ് അണ്ടർ വൺ റൂഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഒക്കെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു സാഹചര്യമാണ് നമ്മോടിത് പറയാൻ തുടങ്ങിയത്. സ്വാമിദാസ് യഹൂദി സാർ ഉൾപ്പെടെ 13 പേരുടെ ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം തന്നെ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, സ്വാമിദാസ് സാർ പറയുന്നത് വേദം ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണമെന്ന്. കാരണം അധ്യയനവും സ്വാധ്യായവും തമ്മിലുള്ള വ്യത്യാസം അത് ഈ പുസ്തകം വായിക്കുന്നവർക്ക് ആദ്യം പെട്ടെന്നൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല. അതിൻ്റെതായ ഒരു തലത്തിൽ എത്തിപ്പെടണമെങ്കിൽ ഇത് പലതവണ ആവർത്തിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് ഇത് നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇവിടെ അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ്, യഹോവ, അല്ലാഹു അല്ലെങ്കിൽ പരബ്രഹ്മം എന്നുള്ള ആ ഒരു ചിന്ത, അതിൽ നിന്ന് അതിനെ അന്വേഷിക്കുന്നവർ അത് കണ്ടെത്തുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പേരുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നുണ്ട്. കൺഫ്യൂഷ്യസിൽ തുടങ്ങി തിരുവള്ളുവരിൽ, പിന്നെ ഗുരുനാനക്കിലും, അങ്ങനെ പലരുടെയും അവരുടെ ആ ചിന്തകൾ, അവരൊക്കെ തേടി അലഞ്ഞു അവർ ലക്ഷ്യത്തിലെത്തി എന്നാണ് അദ്ദേഹം അത് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആചാര്യനെയും അദ്ദേഹം പറയുന്നത്, അവർ തേടി കണ്ടെത്തി, അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവം എന്ന ഒരു കോൺസെപ്റ്റ്. ശ്രീ വിജയദാസ് അദ്ദേഹം ആധികാരികമായി ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, കാരണം എല്ലാം പറഞ്ഞു തീരുമ്പോൾ നേരത്തെ NRC സാർ പറഞ്ഞതുപോലെ അതിനുള്ള സമയം നമുക്ക് തികയില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് ഓടിച്ചു പോകുന്നു എന്ന് മാത്രം. കാരണം ഇതിൽ പലരും പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 അധ്യായങ്ങളായി അദ്ദേഹം ഈ വേദത്തെ വിശദീകരിച്ചിരിക്കുന്ന ആ പുസ്തകത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി ആരെങ്കിലും അവരുടെ ചിന്താധാരകളിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, ആ വായനയുടെ ആ പ്രത്യേകത ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ശ്രീ വിജയദാസ് സാർ പറഞ്ഞ, ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹം നേരിടുന്ന പ്രതിസന്ധിക്ക് യുക്തിപൂർവമായ ഒരു
ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു പുസ്തകമാണ് ഈ വേദം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പണ്ട് എനിക്ക് തോന്നുന്നു കുട്ടിക്കഥകള്, മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ചൊക്കെ കഥ എഴുതിയിരുന്നതിൽ നിന്ന് ഒരു വെളിപാടിന്റെ പുസ്തകം പോലെയാണ് ഈ വേദം എന്ന ഈ ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതായി അദ്ദേഹം അത് തന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നു. പിന്നെ മൈലച്ചൽ വിജയൻ സാർ, അദ്ദേഹത്തിന്റെ ആ തലക്കെട്ട് നൽകിയിരിക്കുന്നതിന് ഒരു പ്രത്യേകതയാണ് കർമ്മയോഗിയുടെ പ്രയാണം. കാരണം 10-20 കൊല്ലമായിട്ട് അദ്ദേഹം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അതിനെ തന്നെ ഉദ്ദേശിച്ചായിരിക്കാം ചില ആത്മീയ കുറച്ചുകൂടെ ചേരുവകളെല്ലാം ചേർന്നപ്പോൾ അതിന് പല രൂപാന്തരങ്ങളും ഉണ്ടായി എന്നാണ് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നത്. ശ്രീ മലയടി രാധാരമണൻ സാർ, കാരണം ഇവരെല്ലാം എനിക്ക് അടുത്ത പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയവയുടെ ആ ഒരു സങ്കല്പം വിഫലമാകുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പഠനവും. അതിനെ അദ്ദേഹം വേറൊരു രീതിയിൽ ഭാഷ്യം ശ്രമിച്ചിട്ടുണ്ട്. ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് ജനങ്ങൾ പറയുമ്പോൾ